ജ്യോതിഷപ്രകാരം സൂര്യൻ ആഗസ്റ്റ് 16 വൈകുന്നേരം 7:32 ചിങ്ങരാശിയിൽ പ്രവേശിക്കും. നിലവിൽ ബുധൻ ചിങ്ങം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ചിങ്ങം രാശിയിൽ ബുധനൊപ്പം സൂര്യനും എത്തുന്നതോടെ ബുധാദിത്യ രാജയോഗം രൂപപ്പെടും. 3 രാശികളിൽ ജനിച്ചവർക്കാണ് ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നത്. ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഫലമായി ഈ 3 രാശികളിൽ ജനിച്ചവരുടെയും ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. ആർക്കൊക്കെയാണ് ചിങ്ങമാസത്തിൽ ബുധാദിത്യ രാജയോഗത്തിലൂടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ബുധാദിത്യ രാജയോഗം മേടം രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും. ഈ രാശിയുടെ 5-ാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം സൃഷ്ടിക്കുന്നത്. ഇതിലൂടെ മേടം രാശിജാതർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. എല്ലാ മേഖലയിലും നേട്ടങ്ങളുണ്ടാകും. ലക്ഷ്യം നേടും. ആരോഗ്യം മികച്ചതാകും. ബുധാദിത്യ രാജയോഗം മിഥുനം രാശിയുടെ 3-ാം ഭാവത്തിലാണ് രൂപപ്പെടുന്നത്. ഇവർക്ക് ഇതിലൂടെ എല്ലാ മേഖലയിലും വലിയ നേട്ടങ്ങൾ ലഭിക്കും. പുതിയ ജോലി, വ്യാപാരത്തിൽ ലാഭനേട്ടം, അപാര ധനലാഭം എന്നിവയ്ക്ക് യോഗമുണ്ട്. ബുധാദിത്യ രാജയോഗത്തിലൂടെ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമാകും. ഒരു യാത്ര പോകാനും സാധ്യതയുണ്ട്. ചിങ്ങം രാശിയുടെ ലഗ്നഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം രൂപപ്പെടുന്നത്. ഇതിലൂടെ ചിങ്ങം രാശിജാതർക്ക് എല്ലാ മേഖലയിലും മികച്ച നേട്ടം ഉണ്ടാകും. വിദേശത്തു നിന്നും ലാഭനേട്ടങ്ങൾ ഉണ്ടാകും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. വ്യാപാരത്തിൽ വൻ നേട്ടമുണ്ടാക്കാൻ ഈ കാലഘട്ടത്തിൽ ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് സാധിക്കും. എങ്കിലും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം.